കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വർഷ അങ്ങനെ നല്ല സ്പീഡിൽ സ്കൂട്ടി ഓടിച്ച് നേരെ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോവായിരുന്നു. ഈ സമയത്താണ് വഴിയിലേക്ക് ഒരു അമ്മച്ചി കടന്നു വന്നേ. പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് അമ്മച്ചിനെ മുട്ടില്ലാന്നും പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി അമ്മച്ചി നിലത്തടിച്ച് കിടക്കുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും വർഷം മൈൻഡ് ചെയ്തില്ല. വർഷം എന്ത് വേണം, സ്കൂട്ടി ഓടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് തൊട്ടു പുറകെ തന്നെ ശ്രീകാന്ത് ഉണ്ടായിരുന്നു ബൈക്കില്. ഈ കാഴ്ചയാണ് ശ്രീകാന്ത് എന്ത് ചെയ്യുവാണ്, നേരെ വണ്ടി നിർത്താതെ വർഷയുടെ പുറകെ വിടുവാണ്. അവിടെ നിക്കടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വർഷം നിൽക്കാൻ കൂട്ടാക്കിയില്ല. വർഷം നേരെ സ്കൂട്ടി ഓടിച്ചിട്ട് വിട്ടുപോവാ. അവസാനം വട്ടം കയറി വിലങ്ങി ശ്രീകാന്ത് വർഷനെ തടഞ്ഞു നിർത്തുവാണ്. അങ്ങനെ ശ്രീകാന്ത് ബൈക്കിൽ നിന്ന് ഇറങ്ങി നേരെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുവോ. വർഷം അടുത്ത് എന്ന് കഴിയുമ്പോഴത്തേനും വർഷം മുഖം മൊത്തം മൂടി കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് ശ്രീകാന്ത് ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഈ മുഖമൊക്കെ മൂടി കെട്ടിക്കുന്നത്? നീ വല്ല കൊള്ള സംഘത്തിലെ ആളാണോ? കൊള്ള ചെയ്തിട്ട് ഓടുന്ന വഴിയാണോ നീ ആ അമ്മച്ചിനെ തട്ടിയിട്ടെ? ഇറങ്ങടി ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചങ്ങോട്ട് ഇറക്കുവാണ് അങ്ങോട്ട്. നിന്റെ ഹെൽമെറ്റ് ഒന്ന് ഉരിക്കെ, ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറയാം. അതെ, എനിക്ക് പോകാൻ ഇച്ചിരി ധൃതിയുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. നീ എങ്ങോട്ട് പോവാനാ? ഒരു പാവം അമ്മച്ചിനെ ഇടിച്ചിട്ട് പോവാനാ? അവിടെ നിക്കടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുവാണ്. പെട്ടെന്ന് വർഷം കൊണ്ട് ഇറങ്ങി, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കണം. നിന്റെ ആ മുഖം മൂടി അങ്ങോട്ട് ഊരാൻ പറയാണ്. പെട്ടെന്ന് ആ ഷോൾ അങ്ങോട്ട് മാറ്റുവേണം മുഖത്തെ വർഷ. അപ്പൊ മുഖം കണ്ടു. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് വർഷനെ നോക്കണം. അപ്പൊ ഈ നോട്ടം കണ്ടപ്പോഴത്തേനും ശ്രീകാന്തിന്റെ ചോദിച്ചു, ഓ പൂവാലിനാണല്ലേ, അപ്പൊ പുറകെ ശല്യം ചെയ്യാൻ വന്നതല്ലേന്ന് ചോദിക്കും. ആര്? ഞാന്? പൂവാലിന്? അല്ല, നിങ്ങളുടെ ഈ നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. ഓ, സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേനും എങ്ങനെയാ ചില ആണുങ്ങള് പുറകെ വന്ന് ശല്യം ചെയ്യും. അത് പതിവായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയാണ്. ശ്രീകാന്ത് ചുറ്റും നോക്കുക. അല്ല, നിങ്ങൾ ആരെയും നോക്കുന്നത്? അല്ല, സൗന്ദര്യമുള്ള പെണ്ണിവിടെ ഏതാന്ന് നോക്കിയത്. നീ എന്നെയാണോ നീ ഉദ്ദേശിച്ചേ? നിനക്ക് സൗന്ദര്യമോ? എന്റെ പൊന്നെ, അതിന് ഞാൻ വല്ല കണ്ണുപൊട്ടണമായിരിക്കണം. നിനക്ക് വേറെ ഒരു പണിയില്ലേ? അതൊക്കെ പോട്ടെ, ആ അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങോട്ട് വരാൻ പറയണം. എങ്ങോട്ട് കൊണ്ടുപോകാൻ? ഹോസ്പിറ്റലിലേക്ക്. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് അർജന്റായിട്ട് പോകേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പോകാൻ പറയണം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്നും പറഞ്ഞിട്ട് ചെന്നിട്ട് ആ സ്കൂട്ടിയുടെ ചാവി ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് എടുക്കുവാണ്. നീ ഒന്ന് പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ പറഞ്ഞു. എടാ, മര്യാദയ്ക്ക് തന്നോളം പറയണം. എന്ത് തരാനായിട്ട്? ദേ ഇല്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാം. ദേ ഇടിച്ചിട്ടിട്ട് വന്നതും പോരാ, ഇനി നീ എന്റെ മേക്കിട്ട് കയറുന്നോ? ഈ സമയത്ത് രണ്ടുപേര് ബൈക്കിന് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ അമ്മച്ചിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്ക് ഓട്ടോറിക്ഷ കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറയണം. ആ ശരി ഏട്ടാ, എന്നാലും നീ എവിടെ നോക്കിയാടി വണ്ടി ഓടിച്ചോണ്ട് പോകുന്നേ? വണ്ടി ഓടിച്ചിട്ട് അവൾക്കൊരു ദാക്ഷിണ്യം ഇല്ലാതെ അവൾ ഇട്ടെറിഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? വൃത്തിയായിട്ട പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരും കൂടെ പോവാണ്. അതെ, ഒരു കാര്യം ചെയ്യേ, ആ അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ തന്നിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ബലമായിട്ട് പൈസ അങ്ങ് പിടിച്ച് മേടിക്കണം. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ, ഞാൻ ആരാ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് വർഷ തിരിച്ച് ഡബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകാതെ നേരെ വീട്ടിലേക്ക് പോയായിരുന്നു. പിന്നീട് കാണിക്കുന്ന രേവതി സച്ചിയും ഒക്കെ സന്തോഷത്തോടുകൂടി അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയത്ത് ആതിദേവ് ഓരോ ഇങ്ങനെ കുറുമ്പതരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ചേച്ചി നമുക്കൊരു ഫോട്ടോ എടുത്താലെന്ന് ചോദിക്കും. അതെന്തിനാ? അതെ, എനിക്ക് എന്റെ ആന്റീനെ കാണിക്കാനെന്ന് പറയും. ശരി ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് എനിക്ക് നിന്റെ ആന്റിയുടെ ഫോട്ടോ കാണണ്ടേ? നിന്റെ ആന്റിയുടെ ഫോട്ടോ എനിക്കൊന്ന് കാണിക്കാൻ പറയാണ്. പെട്ടെന്ന് അവൻ എന്ത് ചെയ്ത ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ നിർത്തിന് ഫോൺ കൊണ്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അയ്യോ, ചാർജ് തീർന്നു പോയെന്ന് പറയും. ഈ സമയം സുധിയുടെ അമ്മ പറഞ്ഞു, എങ്ങനെ ചാർജ് തീരാതിരിക്കും? ഇവനാണെങ്കിൽ കേറുമ്പോ തൊട്ട് ഗെയിം കളിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാണ്. ഒരു കാര്യം ചെയ്യാം, സച്ചി പറഞ്ഞു, നമുക്കൊരു സെൽഫി അങ്ങോട്ട് എടുക്കാം, അത് മതിയെന്ന് ചോദിക്കും. എന്റെ ഫോൺ ഉണ്ട്, അതിനകത്ത് എടുക്കട്ടെന്ന് ചോദിക്കും. എന്നാ ശരി ചേട്ടാ, അങ്ങനെ എടുത്താൽ മതി എന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ ഒരു സെൽഫി അങ്ങോട്ട് എടുക്കുവാണ്. പിന്നീട് സുധിയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് 2 ദിവസത്തിന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു മടങ്ങി വരണം എന്നൊക്കെ പറയാണ്. മോളുടെ കല്യാണം എന്ന് പറയാ. അല്ല, എവിടെയാ കല്യാണം കെട്ടിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത്. അവൾ സ്വന്തമായിട്ട് കണ്ടെത്തിയതാ, അതുകൊണ്ട് ഞാൻ കൂടാതെ അന്വേഷിക്കാൻ പോയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനൊരു വിലയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. ആ അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ രേവതിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. പിന്നെ അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട്ട് ഇറങ്ങി പോവാണ്. ശരി, പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് ആദ്യം ടാറ്റോ കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് അച്ഛമ്മയുടെ കോള് വരുന്നുണ്ട്. മുത്തശ്ശി വിളിച്ചിട്ട് എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ തന്നെ എത്തും മുത്തശ്ശി, കുറച്ച് സമയം അവിടെ ഇരിക്കുക, ഞങ്ങളിങ്ങോട്ട് പെട്ടെന്ന് എത്തൂല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് രേവതിയോട് പറഞ്ഞു, അച്ഛമ്മയ്ക്ക് ധൃതിയായി നമ്മളെ കാണാനായിട്ട്. എത്ര ദിവസം കൊണ്ടാ കാത്തിരിക്കുന്നറിയാവോ? അല്ലെങ്കിൽ ഇത്ര ദിവസം ഒന്നും എന്നെ അച്ഛമ്മ കാണാതിരുന്നിട്ടില്ലെന്നൊക്കെ സച്ചി രേവതിയോട് പറയണേ. പിന്നീട് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടരുവാണ്. ഈ സമയത്ത് വർഷം നേരെ വീട്ടിലേക്ക് വരുവാണ്, ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോകാതെ ദേഷ്യപ്പെട്ട വീട്ടിലേക്ക് കയറി ചെല്ലുന്നേ. അപ്പം വർഷയുടെ അച്ഛൻ ചോദിച്ചു, അല്ല മോളെ, നീ എന്താ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോയില്ലേ? പോയവളെ തന്നെ തിരിച്ചു വന്ന് എന്നാന്ന് ചോദിക്കണം. ഒന്നും പറയണ്ട, എന്റെ അച്ഛാ വഴി വെച്ചൊരു സംഭവം ഉണ്ടായി. ഒരു പ്രായമായ സ്ത്രീ എന്റെ വണ്ടിക്ക് വേണ്ടി ചാടി.
അറിയാതെ ചെറുതായിട്ടൊന്ന് തട്ടി. അതിന്റെ പേരിൽ ഒരു തന്നെ പിടിച്ചു നിർത്തി. എന്നിട്ട് പൈസ മേടിച്ചിട്ട് പോയി. അവൻ എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് എന്ന് പറയാണ്. അത് എന്റെ മോളോടോ? ഇതാരപ്പാ അത്? ആരാന്നും എനിക്കറിയത്തില്ല. അല്ല, നിനക്ക് അവന്റെ വല്ല ഡീറ്റെയിൽസ് അറിയാവോ? അവന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷെ അവന്റെ വണ്ടി നമ്പർ ഞാൻ മൊബൈലിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ആ വണ്ടി നമ്പരും കാണിച്ചേ. പെട്ടെന്ന് വർഷയുടെ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, മറ്റേ ആ രമേശില്ലേ, അവനോട് വിളിച്ചിട്ട് ഈ നമ്പർ വണ്ടി നമ്പർ കൊടുത്തിട്ട് ഈ വണ്ടി ആരുടെയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ ആരാന്ന് അറിയാലോ, അവരുടെ നമുക്കൊരു പണി കൊടുക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞത് അയാൾ പറഞ്ഞു, ശരിയാ, അന്ന് അങ്ങനെ ചെയ്യാന്ന് പറയാം. വർഷ പറഞ്ഞു, അവനെ വെറുതെ വിടല്ല അച്ഛാ, അവർക്ക് നല്ല പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് കയറി പോവാണ്. അമ്മ എനിക്കൊരു ചായയും കൂടി എടുക്കാൻ പറഞ്ഞിട്ട്. ഈ സമയത്ത് മധുസൂദനം വിളിച്ചിട്ട് രമേശിനെ വിളിക്കുക. എന്നിട്ട് പറഞ്ഞു, രമേശ, ഞാൻ ഒരു നമ്പർ തരാം, ഈ വണ്ടി ആരുടെയാണെന്ന് പറയണം, ഞാൻ ഹോൾഡ് ചെയ്തേക്കാം, കട്ട് ചെയ്യുന്നില്ലെന്ന് പറയണം. അങ്ങനെ പുള്ളിക്കാരൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, പുതിയ വണ്ടിയെ സാറേ, ഈയിടെ രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ, ഒരു സച്ചിയുടെ പേരിലാന്ന് പറയണം. സച്ചിയുടെ പേരിലോ? അവന്റെ അച്ഛന്റെ പേര് രവീന്ദ്രൻ ആണെന്ന് നിൽക്കും. അത് രവീന്ദ്രനാ? ആ ശരി ശരി, എന്നാ വെച്ചോളാൻ പറയണം. പിന്നീട് മധുസൂദന്റെ ഭാര്യ ചോദിച്ചു, അല്ല ആരാ വിളിച്ചേ? അല്ല ആരെ വിളി, സോറി, ആരുടെ വണ്ടിന്ന് ചോദിക്കണം. ആ സച്ചിയില്ലേ, ആ രവീന്ദ്രന്റെ മോനെ, അവന്റെ വണ്ടിയാ. അവൻ മനഃപൂർവ്വം കരുതി കൂട്ടി നമുക്കിട്ട് പണി തന്നാ. അവനോട് വന്ന് മാപ്പ് പറയാൻ പറഞ്ഞില്ലേ, അതിന്റെ വൈരാഗ്യം തീർത്താന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യ പറഞ്ഞു, കൊള്ളാം, അവനെ വെറുതെ വിടല്ലേ, വിളിക്ക്, ആ രവീന്ദ്രനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ, ഇനി അവനുമായിട്ട് നേരിട്ട് സംസാരിക്കാന്ന് പറയാണ്. അങ്ങനെ നേരെ രവീന്ദ്രനെ വിളിക്കുകയാണ് മധുസൂദൻ. അപ്പൊ രവീന്ദ്രൻ ഫോൺ എടുത്തേക്കും. മധുസൂദൻ സാറാണല്ലോ. ഓ, പെൻഷന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും. ചിലപ്പോ താൻ അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മനസ്സിൽ ഉണ്ടായെന്ന് അറിയത്തില്ലോ. കോൾ എടുത്തു. എന്താ സാറെന്ന് ചോദിക്കും. താൻ ഇവിടെ വരെ ഇത് വരണം. അല്ല എന്താ സാർ, പെൻഷന്റെ കാര്യത്തിന് അതൊക്കെ നമുക്ക് നേരിട്ട് പറയാം, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, ആരാ, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. അല്ല സാറാ വിളിച്ചെന്ന് പറയണം. അല്ല കാര്യം എന്താ? അല്ല പെൻഷന്റെ കാര്യത്തിന് എന്തേലും ആയിരിക്കും, ആ സാങ്ഷനായി കിട്ടുന്നതിനായിരിക്കും. ഓ, പെട്ടെന്ന് ശരിയാക്ക്, സുധിയുടെ കല്യാണം വരാൻ പോയില്ലെന്ന് ചോദിക്കും. സുധിയുടെ കല്യാണം ഇപ്പൊ തന്നെയാണ്, സച്ചിക്ക് കുറെ കടമുണ്ട്, എനിക്ക് അത് വീട്ടണം. പിന്നെ പെൻഷൻ മാസാമാസം കിട്ടുവാണെങ്കിൽ വീട്ടു ചെലവെങ്കിലും നടന്നു പോയല്ലോ. ആ പാവ സച്ചി, അവനെ ഇത്ര ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് പറയും. ഇത് ചന്ദ്രമതിക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ചെന്നിട്ട് വരാനും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പറയാണ്. പിന്നെ രവീന്ദ്രൻ നേരെ മസൂദിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്താ സാറെ വിളിപ്പിച്ചേ? സാറ് കാണണമെന്ന് പറഞ്ഞ എന്താ? അല്ല തന്റെ മോൻ സച്ചി പണ്ട് ദുർഗുണ പാഠശാലയിലൊക്കെ പോയതല്ലേ നിൽക്കും. അല്ല അതെന്തിനാ സാർ ഇപ്പൊ ചോദിക്കുന്നത്? അതും പെൻഷൻകാരുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയും. എടോ, പെൻഷൻകാരത്തിനല്ല തന്നെ വിളിച്ചത്, തന്റെ ആ മോനുണ്ടല്ലോ, ഇന്ന് എന്നെ മോളെക്കൊട്ടൊരു പണി കൊടുത്തു, വഴി വെച്ച് തടഞ്ഞു നിർത്തി പണമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. എന്നോടുള്ള വൈരാഗ്യം തീർത്ത അവനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന്. അതിന്റെ ദേഷ്യം തീർത്താന്ന് പറയണം. സാർ എന്തൊക്കെയാ പറയണേ? അതിന് എന്റെ മോൻ സച്ചി ഇവിടെ ഇല്ലല്ലോ, അവന്റെ ഭാര്യ വീട്ടിൽ പോയേക്കോ എന്ന് പറയാം. ഇതേ കള്ളത്തരം പറയരുത് കേട്ടോ സാറേ, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സാറിനോട് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനെന്തിനാ അങ്ങനെ പറയണേ? ഉള്ള കാര്യം പറഞ്ഞ. എടാ, ഈ ബൈക്കിന്റെ നമ്പർ നിങ്ങളെ അല്ലേന്ന് ചോദിക്കണം. ബൈക്കിന്റെ നമ്പർ അതെ. അപ്പൊ ഈ ബൈക്ക് സച്ചി തന്നെ അല്ലായിരുന്നോ? സാറേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സച്ചി അല്ലാതെ വേറെ 2 മക്കളും കൂടി ഉണ്ട്, അവര് വീട്ടിലുണ്ട്. ഇനിയിപ്പൊ അവരാരിലാണോ ബൈക്ക് എടുത്തെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണേ. ഈ സമയത്ത് മധുസൂദന്റെ ഭാര്യ പറയും, ഓ അപ്പം മറ്റു 2 മക്കളും റൗഡികളായിരിക്കും അല്ലേ, അവരായിരിക്കും വേലത്തരം ഒപ്പിച്ചല്ലേ. എന്താണെങ്കിലും നിങ്ങൾ മുൻകൈ ഇട്ട് ഇറങ്ങിയേക്കെന്നറിയാം. ഒരു കാരണവശാലും നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചു തരത്തില്ല. പോരാത്തിന് ഇപ്പൊ ഈ കേസും കൂടെ. എത്രയും പെട്ടെന്ന് സച്ചി ഒന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ പെൻഷൻ സാക്ഷനായി കിട്ടുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് രവീന്ദ്രൻ പറഞ്ഞു, സാർ അതിനും വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാലേ ഒരു കാരണവശാലും പെൻഷൻ അനുവദിച്ച് കിട്ടുമെന്ന് സാറ്, അല്ല പെൻഷന് വേണ്ടിയിട്ട് സച്ചി നിങ്ങളെ കാല് പിടിക്കുമെന്ന് സാറ് വിചാരിക്കണ്ട. എന്റെ മോൻ അങ്ങനെ ഒന്ന് കാല് പിടിക്കില്ല, അല്ലാതെ മേടിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയണം. ഓഹോ, അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്ക്, അന്ന് കാണണമെന്ന് പറയണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സാറേ ഇവിടെ നിയമമൊക്കെ ഉണ്ടല്ലോ, ഞാൻ നിയമത്തിന്റെ വഴിയെ നീങ്ങിക്കോളാം. ഓ, വെറും ഒരു ഡ്രൈവറായ നിങ്ങള് നിയമത്തിന്റെ വഴിയെ പോകാനായിട്ട്, അന്ന് നിങ്ങളൊന്ന് പോകും, ഞാനൊന്ന് കാണട്ടെ, എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ആയോ ഞാൻ നോക്കട്ടെ എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, കാണാന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.